അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇൻട്രോ ഒക്കെ കണ്ടാണല്ലോ, നമ്മളൊരു കുഞ്ഞ് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷനാണ് ഇന്നത്തെ ഒരു ഡേ ഉണ്ട് കേട്ടോ, കണ്ടു നോക്കാം. എന്തിനാ അവിടെ വരച്ചേ? വേണ്ട, എന്തിനാ വരച്ചേ അവിടെ? എന്തിനാ വരച്ചേ? എനിക്ക് മുട്ടൻ പണി കിട്ടും. വരയ്ക്കോ ഇനി? മുത്തയാ? എന്താ മുത്ത? നമ്മളങ്ങനെ ട്യൂഷനും ഉണ്ടാക്കാൻ പോവാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് 2 hours later നമ്മളങ്ങനെ കേക്ക് ആൻഡ് കേക്സിലെത്തി. ഇതിലേത് കേക്കാണ് ഗൈസ് കൊള്ളാവുന്നത്? ഇതിലേതെങ്കിലും കൊള്ളാവുന്ന പറയാം. ഞാൻ എടുത്ത കേക്ക് ഇപ്പം കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഞാൻ എടുത്തത് ഒരു ബ്ലൂബെറി ഫ്ലേവറാണ്. ഒരുപാട് കേക്കുണ്ട്. നമ്മളങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ കൊണ്ടുവന്ന് ഇങ്ങനെ പേരെഴുതി തീർത്തേ ഉള്ളൂ. അവർ പേരെഴുതി കൊണ്ടുവന്നതൊക്കെ നമ്മൾ വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചിട്ടാണ്, മുഖം അധികം കാണുന്നില്ല, എന്നാലും വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ അങ്ങനെ പേരൊക്കെ എഴുതി നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ ട്യൂഷന് വിടണ്ടെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ വിചാരിച്ച് വെറുതെ നിർത്തണമല്ലോ, പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു കേക്ക് കട്ട് ചെയ്യൽ മാത്രമേ ഉള്ളൂ. നമ്മളെ കേക്ക് സെറ്റ് ചെയ്ത് ചുമ്മാ ഒരു ഡേ ആണൊക്കെ ചെയ്യുന്നതെന്നുള്ള കേട്ടോ, പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ആ ആനിവേഴ്സറി ഡേയിൽ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു തരുന്നത്, അത്രയുള്ളൂ. ഇതാണ് നമ്മളെ കേക്ക്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി കാണിച്ചു തരാം. അപ്പോൾ നല്ല കേക്കായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ബൈ. നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കാണാം. നമ്മൾ ആ കേക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ആദ്യമേ തുറന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 2-3 മെഴുകുതിരിയൊക്കെ തന്നിട്ടുണ്ട്. ആ മെഴുകുതിരിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ക്രോക്സിൻ്റെ ഒരു ഇതാണ്, ചെരുപ്പാണ്. പിന്നെ ഇത് ഞാൻ ലാപ്ടോപ്പ് ബാഗ് ചേട്ടന് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് കേക്ക് മെഴുകുതിരിയൊക്കെ ഒന്ന് കൊളുത്താം. ഓക്കെ, വിഷ് ചെയ്തില്ല. അകത്ത് കൊള്ളാം, വെളിക്കൊള്ളാം. നമ്മളങ്ങനെ കേക്കൊക്കെ മുറിച്ചിട്ടുണ്ട് കേട്ടോ. കേക്ക് മുറിച്ചതിന് ശേഷം പിന്നെ അതൊരു ബഹളമായിരുന്നു. കാര്യം കേക്ക് തിന്നാനുള്ള ത്വരയിൽ വീഡിയോ എടുപ്പോൾ അതും ഇതുമൊക്കെ മറന്നുപോയി. അപ്പോൾ ഞാൻ എവിടെയോ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ അങ്ങ് കേക്ക് കഴിക്കാനുള്ള ത്വരയിൽ കേക്കും എടുത്തുകൊണ്ട് എവിടെയോ പോയിരുന്നതാണ്. അങ്ങനെ മൊബൈൽ ഒത്തിരി നേരം അവിടെ അങ്ങ് ഇരുന്ന് കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മളൊരു കുഞ്ഞൊരു സെലിബ്രേഷനാണ് ഉദ്ദേശിച്ചത്. സെലിബ്രേഷനായിട്ടല്ല, ഒരു കേക്ക് കട്ടിയൊക്കെ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളൊരു ചായ കുടിക്കാൻ പോകും. നമ്മൾ സ്പെഷ്യൽ ഒരു A1 ചായ ഉണ്ട്, അത് കുടിക്കാൻ പോകും. അപ്പോൾ ഇനി അന്നേരം കാണാം. വേറെ വല്ലതും ഉണ്ടെങ്കിൽ അപ്പം കാണിച്ചു തരാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അല്ല, അടുത്ത വീഡിയോ അല്ല, ഇപ്പം തന്നെ കാണാം. ഞാനൊന്ന് ഇത് കണ്ടത് ഇപ്പോൾ ഒരു ഇച്ചിരി ഒരു മേളയിലാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത എവിടെ പോകണമെന്ന് വെച്ചാൽ കാണിച്ചു തരാം. 1 hour later നമ്മളതാ ഇങ്ങനെ സ്റ്റുഡിയോയിലെത്തി. ഇത് കണ്ടോ, എന്തൊരു തിരക്കാന്ന് കണ്ടു. എനിക്കിതൊന്നും പറയാൻ വയ്യ.
അപ്പോൾ നല്ല തിരക്കുണ്ട്. ആദ്യമേ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടാണ് വന്നത്, കാരണം തിരക്ക് ഇത്തിരി കുറവുള്ള ഭാഗം നോക്കി ഇങ്ങോട്ടാണ് വന്നത്. പക്ഷേ അപ്പുറത്തെ സൈഡ് മൊത്തം തിരക്കാണ് ഗൈസ്. അപ്പോൾ നമ്മൾ തിരക്ക് കുറഞ്ഞ ഭാഗത്തുനിന്ന് അപ്പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ എടുത്തത് ഒരു ഡ്രസ്സാണ്, കയ്യിലിരിപ്പുണ്ട്. ഒരു 8:45 വരെ നമുക്കിവിടെ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇത് വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന്, എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ പിന്നെ ഒന്ന് മാറ്റാമെന്ന് പറഞ്ഞു. ഇതെങ്ങനെ ഉണ്ട് ഗൈസ്? ഇതൊരുവിധം കൊള്ളാമെന്ന് തോന്നുന്നല്ലേ? അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് വരട്ടെ. അപ്പോൾ നമ്മളങ്ങനെ സ്റ്റുഡിയോയിൽ നിന്നൊക്കെ ഇറങ്ങി ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ A1 ചായ കുടിക്കാൻ വന്ന വഴിയാണ് സ്റ്റുഡിയോ വരെ പോയത്. അപ്പോൾ സ്റ്റുഡിയോയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ A1 ചായ നല്ല കിടുക്ക് ചായയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കുറിച്ച് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോരുന്നു. അപ്പോൾ എപ്പോഴും പറയുന്നത് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നുപോലെ. അതിനൊരു പിശുക്കാരും കാണിക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ എന്താണെന്ന് പറയാൻ മറക്കരുത്. അപ്പോൾ സപ്പോർട്ട് വേണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വീഡിയോ ഇടാൻ ഒരു ഇതുള്ളൂ. അപ്പോൾ ബൈ.